Hi friends, welcome to Post Magic. Today we will discuss about key changes in Post Office Regulations 2024 with effect from 16th December 2024. What is Post Office Rule 2024? The Indian government issued a Post Office Rules and Regulations 2024 under the new Post Office Act 2023, effective December 16th, 2024. ഇന്ത്യ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പോസ്റ്റ് ഓഫീസ് ആക്ട് 2023ന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ് എന്ത് പോസ്റ്റ് ഓഫീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് 2024. അതെന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡിസംബർ 16th 2024. These regulations streamline mail and parcel services by rationalizing products, eliminating obsolete ones and modifying features like weights and dimensions. പോസ്റ്റ് ഓഫീസ് റൂൾസ് 2024ന്റെ മെയിൻ എയിം എന്താണ് rationalizing products, eliminating obsoletes and modifying features like weights and dimensions of various products. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ആക്ട് 2023. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് പോസ്റ്റ് ഓഫീസിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് പരിശോധിക്കാം. 1296 അലാവുദ്ദീൻ ഖിൽജിയാണ് ഹോഴ്സ് ആൻഡ് ഫുഡ് പോസ്റ്റൽ സിസ്റ്റം ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1727 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓപ്പൺഡ് ഇറ്റ്സ് ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻ ഇന്ത്യ. 1766 റോബർട്ട് ക്ലൈവ് സെറ്റപ്പ് എ റെഗുലർ പോസ്റ്റൽ സിസ്റ്റം. 1774 വാറൻ ഹേസ്റ്റിംഗ്സ് ഓർഗനൈസ്ഡ് ദ പോസ്റ്റ് ഓഫീസ്. ദെൻ 1774 മാർച്ച് 31 കൽക്കത്ത GPO ഓപ്പൺഡ് ഫസ്റ്റ് GPO ഇൻ ഇന്ത്യ, കൽക്കത്ത GPO. 1774 മാർച്ച് 31. Then Madras GPO, Bombay GPO are opened. Then 1837 Post Office Act 1837, which had introduced a regular post office in India. 1850 Post Office Commission appoint. ഇതൊക്കെയാണ് ഇന്ത്യ പോസ്റ്റിന്റെ ഒരു ഹിസ്റ്ററിയിൽ പറയുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1898 ജൂലൈ 1 പോസ്റ്റ് ഓഫീസ് ആക്ട് 6 ഇൻട്രൊഡ്യൂസ്ഡ്. 1898 ജൂലൈ 1 പോസ്റ്റ് ഓഫീസ് ആക്ട് 6 ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പൊ നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ ആക്ട് എന്ന് പറയുന്നത് 1898 ജൂലൈ 1 ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു നമ്മൾ ഫോളോ ചെയ്തിരുന്ന ആക്ട്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ആക്ട് 2023 വന്നു. ഏത് റീപ്ലേസ് ചെയ്തിട്ടാണ് ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ആക്ട് 2023 വന്നത്? ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് 1898. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് റീപ്ലേസസ് ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ആക്ട് 1898. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് 2023 റീപ്ലേസസ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് 1898. നമുക്കറിയാം, ഇങ്ങനെ ഒരു ആക്ട് വരണമെങ്കിൽ ആദ്യം ലോക്സഭ പാസ്സാക്കണം, രാജ്യസഭ പാസ്സാക്കണം, പിന്നെ പ്രസിഡന്റിന്റെ അസെൻഷൻ വേണം, അതായത് പ്രസിഡന്റ് സൈനും വേണം, എന്നാലാണ് ഒരു ആക്ട് പ്രാബല്യത്തിൽ വരികയുള്ളൂ. അപ്പൊ ഫസ്റ്റ് എന്താണ് ലോക്സഭ എന്നാണ് പാസ്സാക്കിയത് നോക്കാം. Lok-Sabha passed the Indian Post Office Act 2023 on 18th December 2023. Then Rajya Sabha passed the Indian Post Office Act 2023 on 4th December 2023. Then received a President Ascension on 24th December 2023. Then Indian Post Office Act came into effect on 24th December 2023. ആദ്യം ലോക്സഭയിൽ പാസ്സാക്കി എന്നാണ് 18th December 2023. ദെൻ രാജ്യസഭയിൽ പാസ്സാക്കി 4th December 2023. ദെൻ പ്രസിഡന്റ് ഒപ്പുവെച്ചു 24th December 2023. അങ്ങനെ നമുക്ക് ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ആക്ട് 2023 നിലവിൽ വന്നു എന്ന് 24th December 2023. നെക്സ്റ്റ് നമുക്ക് നോക്കാം മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. ഫസ്റ്റ് ചേഞ്ച് ആണ് ദ മാക്സിമം വെയിറ്റ് ലിമിറ്റ് ഓഫ് എ ലെറ്റർ ഈസ് 500 grams. ലെറ്ററിന്റെ മാക്സിമം വെയിറ്റ് എത്രയാക്കി കുറച്ചു? 500 grams. ഇതിക്ക് മുമ്പ് എത്രയായിരുന്നു? 2 കിലോഗ്രാം വരെ, അതായത് 2000 grams വരെയായിരുന്നു ലെറ്ററിന്റെ മാക്സിമം വെയിറ്റ്. ഇപ്പൊ എത്രയാക്കി കുറച്ചു? 500 grams ആക്കി. ദ മാക്സിമം വെയിറ്റ് ലിമിറ്റ് ഓഫ് എ ലെറ്റർ ഈസ് 500 grams. Then book packets, printed books and sample packets are merged and changed as a book post. ബുക്ക് പാക്കറ്റ് പ്രിന്റഡ് ബുക്സും സാമ്പിൾ പാക്കറ്റ്സും എന്തായിട്ട് മെർജ് ചെയ്തു? ബുക്ക് പോസ്റ്റ് ആയിട്ട് മെർജ് ചെയ്തു. ദെൻ ബുക്ക് പാക്കറ്റ്സ് കണ്ടെയ്നിങ് പീരിയോഡിക്കൽ ഈസ് റെയ്മഡ് ആസ് പീരിയോഡിക്കൽ പോസ്റ്റ്. ബുക്ക് പാക്കറ്റ്സ് കണ്ടെയ്നിങ് പീരിയോഡിക്കലിന് പുതിയ പേര് വന്നു, എന്താണ്? പീരിയോഡിക്കൽ പോസ്റ്റ്.
The business parcel is renamed as a India Post Parcel Contractual. Business parcelന്റെ new name എന്താ? India Post Parcel Contractual. Then registered parcel is renamed as a India Post Parcel Retail. Registered parcel India Post Parcel Retail. Then VPP. VPP എന്താണ്? Value Payable Product is renamed as a COD Retail. COD Cash on Delivery. Then VPMO is renamed as a CODMO. VPMO, that is Value Payable Money Order, is renamed as a COD Money Order. Then EMO increased to 10,000. നമുക്കറിയാം EMOന്റെ മാക്സിമം ലിമിറ്റ് എത്രയായിരുന്നു? 5,000 ആയിരുന്നു. അത് 10,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. Then IPO denominations modified as a 10, 20, 50 and 100 only. അതായത് ഇപ്പോൾ 4 ഡിനോമിനേഷൻസിലാണ് നമുക്ക് IPO കിട്ടുന്നത്. The new service registered post card introduced. അപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സർവീസ് ഏതാണ്? രജിസ്റ്റേർഡ് പോസ്റ്റ് കാർഡ്. The Director General shall specify the administrative instructions to the philatelic material to be sold in post office. അപ്പോൾ philatelic material എവിടെയൊക്കെ സോൾഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നത് ആരാണ്? ഡയറക്ടർ ജനറൽ. The Ministry of Communication shall be the ex officio chairperson of the philatelic administrative committee. ഇത് ചേഞ്ചസ് ആണ് കേട്ടോ പറയുന്നത്. മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പോഴത്തെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് ദ ഫിലാറ്റിക് അഡ്വൈസറി കമ്മിറ്റി. ദെൻ ഹെഡ് ഓഫ് ദ സർക്കിൾ PMG ഡിവിഷണൽ ഹെഡ് വിൽ ഫിക്സ് ദ ബിസിനസ് അവേഴ്സ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് അണ്ടർ ദ ജുറിഡിക്ഷൻ. അവരുടെ അധികാര പരിധിയിലുള്ള പോസ്റ്റ് ഓഫീസിന്റെ ബിസിനസ് അവേഴ്സ് ഇപ്പോൾ ആരാണ് നിർണ്ണയിക്കുന്നത്? ഹെഡ് ഓഫ് ദ സർക്കിൾ ആവാം, അല്ലെങ്കിൽ PMG ആവാം, ഹെഡ് ഓഫ് ദ ഡിവിഷൻ ആവാം. ദെൻ they specify business hours on days or Sundays and holidays. Then specifies kind of transaction. എന്ത് തരത്തിലുള്ള transactions നടത്തണം. Then set item limits. Then പറയുന്നത് ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് വർക്കിംഗ് ഓൺ 5 hours. അതായത് നേരത്തെ പറഞ്ഞത് ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് 4 hours 5 hours ആണെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്താ പറയുന്നത്? ഇതിലെ റെഗുലേഷൻ പോസ്റ്റ് ഓഫീസ് റെഗുലേഷൻ 3 സബ്സെക്ഷൻ 2 പറയണത് ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് വർക്കിംഗ് ഓൺ 5 hours. നമുക്ക് നോക്കാം. ചില പ്രൊഡക്റ്റ് പറഞ്ഞു, അതിന്റെ ഓൾഡ് നെയിമും ന്യൂ നെയിമും എന്താണെന്ന് നോക്കാം. രജിസ്റ്റേർഡ് ബുക്ക് പാക്കറ്റ്സ്. ഓൾഡ് നെയിം എന്താണ്? രജിസ്റ്റേർഡ് ബുക്ക് പാക്കറ്റ്സ് ആണ്. അതിന്റെ ന്യൂ നെയിം എന്താ? ബുക്ക് പോസ്റ്റ്. രജിസ്റ്റേർഡ് ബുക്ക് പാക്കറ്റ്സ് ആർ റീനെയിംഡ് ആസ് ബുക്ക് പോസ്റ്റ്. ദെൻ രജിസ്റ്റേർഡ് പീരിയോഡിക്കൽസ് പീരിയോഡിക്കൽ പോസ്റ്റ്. ദെൻ രജിസ്റ്റേർഡ് പാർസൽ ഇന്ത്യ പോസ്റ്റ് പാർസൽ റീറ്റെയിൽ. ദെൻ ബിസിനസ് പാർസൽ ഇന്ത്യ പോസ്റ്റ് പാർസൽ കോൺട്രാക്ച്വൽ. രജിസ്റ്റേർഡ് പാർസൽ ഇന്ത്യ പോസ്റ്റ് പാർസൽ റീറ്റെയിൽ. ബിസിനസ് പാർസൽ ഇന്ത്യ പോസ്റ്റ് പാർസൽ കോൺട്രാക്ച്വൽ. ബിസിനസ് ആണ്, അപ്പോൾ എന്താണ്? ഇന്ത്യ പോസ്റ്റ് പാർസൽ കോൺട്രാക്ച്വൽ. ബിസിനസ് അവേഴ്സിന്റെ കാര്യത്തിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ് റെഗുലേഷൻ 2024 ഭാഗമായിട്ട് ബിസിനസ് അവേഴ്സിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫോർ റെഫറൻസ് ആൻഡ് എൻക്വയറീസ് ഡ്യൂറിങ് എൻ്റെ വർക്കിംഗ് അവർ, അതിലൊരു മാറ്റവും വന്നിട്ടില്ല. റെഫറൻസും എൻക്വയറീസും എങ്ങനെയാണ്? ഡ്യൂറിങ് ദ വർക്കിംഗ് അവേഴ്സ്. ആ പോസ്റ്റ് ഓഫീസിന്റെ വർക്കിംഗ് അവർ എത്ര ടൈം ആണോ അതുവരെ നമുക്ക് റെഫറൻസും എൻക്വയറീസും നടത്താം. ദെൻ കൗണ്ടർ സർവീസസ് ഇൻക്ലൂഡിംഗ് ബുക്കിംഗ് ആൻഡ് പോസ്റ്റിംഗ് ഓഫ് ഐറ്റംസ്, പ്രീമിയം കളക്ഷൻസ് ഓഫ് ഇൻഷുറൻസ് 6 hours. ദെൻ മണി റിമിറ്റൻസ് EMO IPO 6 hours. സേവിംഗ് ബാങ്ക്സ് 6 hours. അപ്പോൾ ഇതൊക്കെ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ കണ്ടത് എന്താണ്? പോസ്റ്റ് ഓഫീസ് റെഗുലേഷൻസ് 2024 കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്നാണ് നോക്കിയിട്ടുള്ളത്. പോസ്റ്റ് ഓഫീസ് റെഗുലേഷൻസ് പോസ്റ്റ് ഓഫീസ് റൂൾസ് റെഗുലേഷൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ 16th December 2024. ദെൻ ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ആക്ട് 2023 അതും പോസ്റ്റ് ഓഫീസ് റെഗുലേഷൻ്റെയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ബിസിനസ് അവേഴ്സിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസസിൻ്റെ പേരും പ്രൊഡക്റ്റിൻ്റെയും സർവീസസിൻ്റെയും പേരൊക്കെ മാറിയിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് നമ്മൾ നോക്കിയത്. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു.